കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി. പുതിയൊരു കഥയുമായി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന കുറേയേറെ ശ്രോതാക്കൾ കാണും. അവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും ഐതിഹ്യ കഥകളും പുരാണങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമാർന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പതിവ് കഥകളിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു ഐതിഹ്യമാലയിലെ ആനക്കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലെ ഒരു ആനക്കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എഴുതിയൊരു പുസ്തകമാണ്. അതിൽ അനേകം ആനക്കഥകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ആനക്കഥകളാണ്. ഐതിഹ്യമാല ഒരു ബൃഹത്തായ പുസ്തകമാണ്. അതിലെ പല കഥകളും ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ആനക്കഥകളുണ്ട്. ആ ആനക്കഥകളിൽ നിന്ന് ഒരു ആനക്കഥ. അപ്പോൾ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ ഈ ആനക്കഥ എങ്ങനെയുണ്ടെന്ന്. പഴയ കാലത്തെ കഥകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമുക്ക് ആനകളോടുള്ള പ്രിയം മാറിയിട്ടില്ല. ഉത്സവങ്ങളിലൊക്കെ എഴുന്നള്ളിപ്പിനും മറ്റുമൊക്കെ നമ്മൾ ആനകളെ ഉപയോഗിക്കാറുണ്ട്. എന്താഘോഷം ഉണ്ടെങ്കിലും ആനകളെ കൊണ്ട് നിർത്തുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരിക. എങ്കിലും ആനകളിപ്പോഴും നമ്മുടെ ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പുകളിലും ആഘോഷങ്ങളിലുമെല്ലാം പങ്കെടുക്കാറുണ്ട്. അമ്പലങ്ങളിലുണ്ട് ആന. അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ആനക്കഥ. കഥയിലോട്ട് കടന്നാലോ? കിടങ്ങൂർ കണ്ടങ്കോരൻ, ഇതാണ് കഥയുടെ പേര്. ഉയരവും തലയെടുപ്പും ഉടനീളവും മാത്രമല്ല, സകലവിധ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഗജവീരനായിരുന്നു കിടങ്ങൂർ കണ്ടങ്കോരൻ. അതുമാത്രമല്ല, വിശേഷണങ്ങൾ. ഈ ആന സ്വഭാവിയും ബുദ്ധിമാനുമായിരുന്നു. ഈ ആന കോട്ടയത്തിന് സമീപമുള്ള കിടങ്ങൂർ ദേശത്തെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അന്തേവാസിയായിരുന്നു ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഐതിഹ്യ കഥയിലെ കിടങ്ങൂർ കണ്ടങ്കോരൻ എന്ന ആന. ശാന്തശീലനായിരുന്നു ഈ കൊമ്പൻ. അതുകൊണ്ട് തന്നെ ഈ കൊമ്പൻ്റെ അടുത്തേക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും നിർഭയം ചെല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചങ്ങലക്കെട്ടുകളോ വിലക്കുകളില്ലാതെ വളരെ സ്വതന്ത്രനായി നടക്കാനായിരുന്നു അവന് താല്പര്യം. അവന് നടക്കാം, അവനാരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഒരു ക്ഷേത്ര ജീവനക്കാരൻ്റെ മട്ടിൽ കഴിഞ്ഞു പോകുന്ന കണ്ടങ്കോരന് ചങ്ങല വെറും അലങ്കാരം മാത്രമാണ്. വെറുതെ ചങ്ങല ഇട്ടിരിക്കുകയാണ് കാലിൽ, അല്ലാതെ അത് പൂട്ടാറൊന്നുമില്ല. പാപ്പാന്മാരാണെങ്കിലോ ആ ആനയുടെ കൂട്ടിന് വരുന്ന വെറും ചങ്ങാതിമാർ മാത്രമായിരുന്നു. ഒരു പാപ്പാൻ്റെ ജോലിയൊന്നും അവർ നോക്കേണ്ട കാര്യമില്ല. മതപ്പാട് കാലത്ത് പോലും ആരെയും ദ്രോഹിക്കാത്ത അവനെ കൂട്ടാനകൾക്ക് ഏറെ പ്രിയമായിരുന്നു. പകൽ സമയം ക്ഷേത്ര ജോലികൾ വിധിയാവണ്ണം നിർവഹിക്കാൻ ആനക്കാരുടെ സഹായം അവന് ആവശ്യമുണ്ടായിരുന്നില്ല. എഴുന്നള്ളിപ്പിനുള്ള സമയത്ത് കൃത്യമായി കൊടിമരച്ചുവട്ടിലെത്തി പാപ്പാനെ കാത്തു നിൽക്കും. പിൽക്കാലു ഉയർത്തി പാപ്പാനെ പുറത്തു കയറ്റും. തലയിൽ കെട്ടുകഴിഞ്ഞാൽ പാപ്പാന്റെ ജോലി കഴിഞ്ഞു. മറ്റാരുടെയും നിർദ്ദേശം കൂടാതെ നട മടക്കി ഭഗവാന്റെ തിടം പേറ്റിയ ശേഷം തലയുയർത്തി ഒരു നിൽപ്പുണ്ട്. ഹോ, ആ നിൽപ്പിൻ്റെ ഒരു ഭംഗി! മസ്തക വിരിവും കൊമ്പഴകും ഉയർന്ന തലക്കുനിയും ഉടൽ നീളവും തികഞ്ഞ മറ്റൊരാന അക്കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല. 4 പേർ കയറിയാലും അവൻ്റെ പുറത്ത് പിന്നെയും ഉണ്ടാകും സ്ഥലം. എഴുന്നള്ളിപ്പിൻ്റെ ചിട്ട കണ്ടങ്കോരന് മനപ്പാടമാണ്. മേളത്തിൻ്റെ താളവട്ടമനുസരിച്ച് നിൽക്കാനും നടക്കാനും അവനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട. എല്ലാം കണ്ടും കേട്ടും അവനങ്ങ് ചെയ്തോളും. കിടങ്ങൂർ ഉത്സവത്തിൻ്റെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ്. ഒന്നാം ഉത്സവത്തേക്കാൾ കുറച്ചുകൂടി സമയം വേണം 2-ാം ദിവസം. അടുത്ത ദിവസം കുറച്ചുകൂടി നീളം. അങ്ങനെ പള്ളിവേട്ട, ആറാട്ട് എന്നിങ്ങനെ വിശേഷം ഏറും തോറും സമയവും കൂടി വരും. യാതൊരു കാലനിർണയോപാധിയുമില്ലാതെ കണ്ടങ്കോരൻ ഈ സമയക്രമം മനസ്സിലാക്കി വെച്ചിരുന്നു. മുറ തെറ്റാതെ നടത്തിപ്പോന്നിരുന്ന ഈ ഉത്സവ സമയക്രമം കടുകിട തെറ്റിക്കാൻ കണ്ടങ്കോരൻ സമ്മതിക്കില്ല എന്നുള്ളതിനാൽ കുറച്ചു നേരത്തെ എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കാനോ കുറേയേറെ വിസ്തരിക്കാനോ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല.
വിളക്കെഴുന്നള്ളിപ്പിന് വേണ്ട എണ്ണ കൂടുതലോ കുറവോ ആക്കാൻ കണ്ടങ്കോരനുള്ളപ്പോൾ സാധ്യമല്ല. കാരണം നേരം വെളുക്കും വരെ ഉത്സവമുള്ളപ്പോൾ ഒരു മടിയുമില്ലാതെ അവൻ തലയുയർത്തി നിവർന്നു നിൽക്കും. ആര് പറഞ്ഞാലും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. നേരത്തെ നിർത്താനായി ശ്രമിച്ചാലും കണ്ടങ്കോരനോട് ആജ്ഞാപിച്ച് ആനക്കാരൻ കുഴയുകയേ ഉള്ളൂ. പിന്നെയുമുണ്ട് വിശേഷണം, ജലക്രീഡയിൽ അതീവ തൽപരനാണ് കണ്ടങ്കോരൻ. അതായത് ജലം കണ്ടാൽ കുറേയേറെ നേരം അതിനകത്ത് കിടന്ന് ഇങ്ങനെ കളിക്കും. ക്ഷേത്രത്തിന് സമീപം ഒന്നാന്തരമൊരു പുഴയും അവിടെ ഏത് വേനലിലും തെളിഞ്ഞ ജലം നിറഞ്ഞൊരു കയവുമുണ്ട്. എഴുന്നള്ളത്തിന് മുമ്പും പിമ്പും അവിടെയാണ് അവൻ്റെ വിശ്രമം. രാജകീയമായ നീരാട്ടിന് ശേഷം ക്ഷേത്രത്തിലെത്തിയാൽ നിവേദ്യവും പായസവും അപ്പം, അട, പഴവർഗ്ഗങ്ങളും സഹിതം ഗംഭീരമായ പ്രാതൽ, പിന്നെ തെങ്ങോലയും പനയോലയും വേറെ. അതിനൊരു കുറവുമില്ലായിരുന്നു എന്നതാണ് സത്യം. തനിക്ക് മാത്രമല്ല, സഹജീവികൾക്കും വിശപ്പ് മാറ്റാനുള്ള വക നൽകാൻ അവൻ മറക്കാറില്ല. കയത്തിൽ നീന്തി നീരാടുന്ന എരുമകൾ, പോത്തുകൾ മുതലായ ചങ്ങാതിമാർക്കും അവൻ്റെ വക സൽക്കാരം ഇടയ്ക്ക് ലഭിക്കും. നദീതീരത്ത് വിളഞ്ഞു നിൽക്കുന്ന കരിമ്പിൻ തോട്ടങ്ങൾ അവൻ സന്ദർശിക്കുക പതിവാണ്. വേലി പൊളിച്ച് ഓരോരുത്തരെയായി അകത്ത് കയറ്റിവിടും. രക്ഷകനെ പോലെ പുറത്ത് കാവൽ നിന്ന് അവർക്ക് വിഷപ്പടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. എന്നാൽ ഒരു മുട്ട് കരിമ്പ് പോലും അവൻ രുചിച്ചു നോക്കാറില്ല. തനിക്കുള്ള വിഹിതം ഭഗവാൻ തരും. ഈ മുതൽ നമുക്ക് വേണ്ട, പാവങ്ങൾ മതിയാവോളം തിന്നട്ടെ. തൻ്റെ സാമ്രാജ്യമായ കയത്തിന് സമീപം വരുന്ന ജീവികളെ അവൻ ഉപദ്രവിച്ചിരുന്നില്ല. എന്നാൽ കാലക്രമേണ ചില പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കാനിടയായി. അതിന് കാരണം ഒരു വഞ്ചിയാണ്. ഉഷ്ണം സഹിക്കാനാവാതെ രാത്രികാലങ്ങളിലും ജലശയനത്തിന് മുതിരാറുണ്ട് കണ്ടങ്കോരൻ ചിലപ്പോൾ. ഒരു ദിവസം രാത്രി നദിയിൽ മുങ്ങിക്കിടന്ന കണ്ടങ്കോരൻ്റെ ദേഹത്തൂടെ ഒരു ചരക്ക് വഞ്ചി കയറി ഇറങ്ങി. അറിയാതെ സംഭവിച്ചതാണ്. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ ശക്തിയായി വട്ടം തിരിഞ്ഞ് വഞ്ചി തകർത്തെറിഞ്ഞു. വഞ്ചിക്കാരെ മാത്രം ഒന്നും ചെയ്തില്ല. അന്നു മുതൽ വഞ്ചിക്കാർക്ക് മുമ്പിൽ ആ വഴി കെട്ടി അടയ്ക്കപ്പെട്ടു. കണ്ടങ്കോരൻ കരയ്ക്ക് കയറി പോകാതെ വഞ്ചിയുമായി അതിലേ പോകുവാൻ വഞ്ചിക്കാർ ഭയന്നു. വളരെ അകലെ വഞ്ചി നിർത്തി കണ്ടങ്കോരൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തി കിടങ്ങൂർ തേവർക്ക് വഴിപാട് നേർന്ന് അവർ കയം കടന്ന് പോകാൻ തുടങ്ങി. ചുങ്കപ്പിരിവനെന്ന പോലെ അവൻ തടസ്സമായി വരാതിരിക്കാൻ സമർപ്പിച്ച വഴിപാട് പണം കൊണ്ട് കിഴക്കേ നടയിൽ ഒന്നാന്തരമൊരു ദീപസ്തംഭം ഉണ്ടാക്കാനായി എന്നതാണ് രസം. എന്നാൽ കണ്ടങ്കോരൻ വഴക്കാളിയേ അല്ല. അപ്പോൾ ഇതിന് ഉദാഹരണമായി ഒരു കഥയുണ്ട്. നമുക്കിനി ആ കഥയിലോട്ടൊന്ന് കടക്കാം. ഒരു ദിവസം പതിവ് പോലെ ക്ഷേത്ര ദർശനത്തിനായി മറക്കുടയും ചൂടി ദാസിയെ തുണകൂട്ടി പുറപ്പെട്ട വൃദ്ധ ബ്രാഹ്മണ സ്ത്രീ വീതി കുറഞ്ഞ ഇടവഴിയിലെത്തിയപ്പോൾ തൊട്ടു മുന്നിലതാ ഒരു കൊമ്പൻ. ഓർക്കാപ്പുറത്ത് ആനയെ കണ്ട് പേടിച്ച് തളർന്നു വീണു ഈ മുത്തച്ഛി. പെട്ടെന്നല്ലേ ആന മുന്നിൽ വന്ന് നിന്നത്. മുത്തച്ഛി തളർന്നു വീണുപോയി, ബോധരഹിതയായി. ആനയെ കണ്ട തുണക്കാരി പേടിച്ചോടിപ്പോയി. എന്നാൽ പേടി അസ്ഥാനത്തായിരുന്നു. കണ്ടങ്കോരൻ ആ വൃദ്ധയെ സാവധാനം എടുത്ത് അടുത്തുള്ള കയ്യാലയിലിരുത്തി കുടയും എടുത്തു കൊടുത്തു. നേരെ നടന്ന് മുന്നോട്ട് നീങ്ങി. ഇനി കണ്ടങ്കോരൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ കൂടി കേട്ടോളൂ. അവനെ തടി പിടിക്കാൻ കൊണ്ടുപോകുന്നവർ ആനയെ നേരിട്ട് കണ്ട് കരാറുറപ്പിച്ചേ മതിയാവും. എത്ര വലിയ തടിയായാലും അവൻ വലിച്ച് യഥാസ്ഥാനത്തെത്തിക്കും. പക്ഷേ ഭഗവാനുള്ളതും പാപ്പാനുള്ളതും അവൻ്റെ മുന്നിൽ വെച്ച് ഏൽപ്പിച്ച് ആനയ്ക്ക് വേണ്ട പ്രതിഫലവും പറഞ്ഞു ഉറപ്പിക്കണം. പഴക്കുല, ശർക്കര, നാളികേരം, പായസം എന്നിവ പണിയുടെ ഭാരത്തിനനുസരിച്ച് കൃത്യമായി ഏൽപ്പിക്കണം. പറഞ്ഞുറപ്പിച്ചിട്ട് വാക്ക് മാറിയാൽ അവൻ്റെ വിധം മാറും. തടിയുടെ നീളവും വണ്ണവും അനുസരിച്ച് അവൻ പ്രതിഫലം വാങ്ങാറുള്ളൂ. ദേവസ്വവും പ്രധാന പാപ്പാനും സമ്മതിച്ച ശേഷം ആനയെ വെറുതെ അങ്ങ് പണിയെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. ഒരു ദിവസം ദേവസ്വത്തിനും ആനക്കാർക്കുമുള്ള വിഹിതം നിശ്ചയിച്ച ശേഷം ഒരാൾ ആനയ്ക്കുള്ള പ്രതിഫലം പറഞ്ഞു. ഉദ്ദേശിച്ചത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല.
തലകുലുക്കിയും ഒച്ചയിട്ടും പ്രതിഷേധം അറിയിക്കും. ഒടുവിൽ 10 കുല പൂവൻ പഴവും 10 നാളികേരവും 10 തുലാം ശർക്കരയും തരാമെന്ന കരാറിൽ അവനെ പണിക്ക് വിളിച്ചു. പതിവിലധികം കഷ്ടപ്പെട്ട് കൂറ്റൻ തടി പിടിച്ച് യഥാസ്ഥാനത്ത് കൊണ്ട് ചെന്നിട്ട് ആനയെ കളിയാക്കാനാണ് വീട്ടുടമസ്ഥന് തോന്നിയത്. പിന്നീടാകാം പ്രതിഫലമെന്ന് ഒഴിവ് കഴിവ് പറഞ്ഞ് അയാൾ മുങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഉടമസ്ഥൻ നോക്കുമ്പോൾ തടിയുണ്ട് പഴയപടി. ആദ്യം കിടന്ന സ്ഥലത്ത് കിടക്കുന്നു. ഇളിഭനായ അയാൾ മറ്റ് പല ആനകളെയും കൊണ്ടുവന്നിട്ടും തടി അനക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തോൽവി സമ്മതിച്ച അയാൾ കണ്ടംകോരനെ ശരണം പ്രാപിച്ചു. അവനുണ്ടോ കുലുക്കം? നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവൻ ചിഹ്നം വിളിച്ചു. ഭയന്നുപോയ അയാൾ തലയും താഴ്ത്തി നടന്നുപോയി. ഇത്രയുമാണ് കഥ. നമ്മളൊരു ആനക്കഥയാണ് കേട്ടത്. അതും ഐതിഹ്യമാലയിൽ നിന്നുള്ളൊരു ആനക്കഥ. ഐതിഹ്യമാലയിലെ ആനക്കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണത്. അതിലെ കഥയാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം അതൊരു ആനക്കഥകളുടെ ഒരു ശേഖരമാക്കി. അപ്പോൾ അതിൽ നിന്നുള്ളൊരു കഥയാണ്. ഒരു കാലത്ത് മിക്ക അമ്പലങ്ങളിലുമൊക്കെ ആന കാണും. നമ്മുടെ ഉത്സവങ്ങളുടെയൊക്കെ കൂടെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ആന തന്നെയാണ്. ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ അലങ്കാരങ്ങളും എല്ലാം കണ്ട് നമ്മൾ വല്ലാതെ അതിശയിച്ച് നിൽക്കും. കുട്ടിയായിരുന്നപ്പോഴും ഞാനും ഇങ്ങനെ അതിശയിച്ച് നോക്കിയിരുന്നിട്ടുണ്ട്. ഒരു ഭയമൊക്കെ ഉള്ളിലുണ്ട്. എങ്കിലും ആനയ്ക്ക് വൈരാഗ്യ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെ ഉള്ള കഥയും ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. തയ്യൽക്കാരൻ്റെ ഒരു കഥയുണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും ആ കഥ. പക്ഷേ ഇന്ന് സ്ഥിതി വളരെ മോശമാണ് ആനയുണ്ട്. പലപ്പോഴും കാണുമ്പോൾ തോന്നാറുണ്ട്, നമ്മൾ എന്ത് മാത്രം ക്രൂരതയാണ് ഇതിനോട് കാണിക്കുന്നത്. പൂരങ്ങളിലും ഉത്സവങ്ങളിലും എല്ലാം ഇതിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ എത്ര നേരമാണ് ഇതിന് ചൂടായ താറിട്ട റോഡിൽ കൂടെ അസഹീനമായ അന്തരീക്ഷ താപം അവിടെ മനുഷ്യർക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പാവമൃഗങ്ങൾ, കാട്ടിൽ വസിക്കുന്ന ഈ പാവമൃഗങ്ങൾ, കാട്ടിലെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈ മൃഗങ്ങളെ നമ്മൾ വളരെ നമ്മുടെ ഒരു വിനോദത്തിന് വേണ്ടി ഈ താറിട്ട ചൂടുള്ള റോഡിലൂടെ എഴുന്നള്ളിക്കുകയും അത് ആസ്വദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വേദന എടുക്കുന്നുണ്ടോ, അതിന് ചൂട് താങ്ങാൻ പറ്റുന്നുണ്ടോ, അതിന് ഈ ബഹളം താങ്ങാൻ പറ്റുന്നുണ്ടോ, ഈ പന്തങ്ങളുടെയും തീയുടെയും വാദ്യഘോഷങ്ങളുടെയും, ഞാൻ ഉദ്ദേശിക്കുന്ന ചെണ്ടയും മറ്റുള്ള വലിയ വലിയ ശബ്ദങ്ങളും അതിനോടൊപ്പം തന്നെ പടക്കവും അമിട്ടും അങ്ങനെയുള്ള വെടിയും ഒക്കെ കൊണ്ട് ശബ്ദമുഖരിതമായ ആ അന്തരീക്ഷം അതിന് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ആസ്വദിക്കാൻ പറ്റണം. ഇതിനെ കണ്ട് ഇങ്ങനെ വല്ലാതെ കൗതുകത്തോടെ അതിശയത്തോടെ അതിൻ്റെ ഗാംഭീര്യം നമുക്ക് നോക്കി ആസ്വദിക്കാൻ സാധിക്കണം. മനുഷ്യരെപ്പോഴും വളരെ സാഡിസ്റ്റുകളാണ് അല്ലേ, മറ്റുള്ളവൻ്റെ വേദനയൊന്നും അറിയാതെ അല്ലേ. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആചാരങ്ങൾ പറഞ്ഞിട്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ അതിനെ നമ്മുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി അതിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ദുർവിനിയോഗം ചെയ്യുകയാണ്. പഴയ അവസ്ഥയല്ല. പണ്ട് ഇത്രയൊന്നും ചൂടില്ലായിരുന്നു. അന്ന് ആനകൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യവുമില്ലായിരുന്നു. നാട്ടുപാതകളായിരുന്നു, മൺപാതകളായിരുന്നു. അതാണോ കോൺക്രീറ്റും താറിട്ട റോഡുകളിൽ അല്ലേ, ഒന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ അത് ചുട്ട് പഴുക്കാൻ തുടങ്ങും. മനുഷ്യർക്ക് പോലും ആ താറിട്ട റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? എന്തുരുകുന്ന താറിട്ട റോഡിൽ കൂടെ. ഇപ്പോൾ പറയേ വേണ്ട. കഴിഞ്ഞ ഒരു 10 വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്തരീക്ഷ താപനില വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല. വ്യവസായ വിപ്ലവത്തിന് മുമ്പുള്ള താപനിലയിലോട്ടൊക്കെ നമ്മൾ തിരിച്ചു പോകണമെന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ശാസ്ത്രജ്ഞരൊക്കെ അത്തരം തീരുമാനങ്ങളിലോട്ടൊക്കെ അധികാരികളെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. അപ്പം നമ്മുടെ അന്തരീക്ഷ താപനില അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളൊരു സത്യം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സത്യത്തെ മനുഷ്യർ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ മൃഗങ്ങൾക്ക് ഇത് അസഹീനമാവും തീർച്ചയായിട്ടും. കാട്ടിലൊക്കെ വസിക്കേണ്ട ഈ മൃഗങ്ങൾ ഈ നാട്ടുപാതയിലും നാട്ടിലുമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ട് ഇങ്ങനെ ചൂടിൻ്റെയും ബഹളങ്ങളുടെയും ഒക്കെ ഇടയ്ക്ക് അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ, നിർത്തുമ്പോൾ, മണിക്കൂർ കണക്കിന് നിർത്തുമ്പോൾ നാം ഒരിക്കലും അതിന് ദാഹിക്കുന്നുണ്ടോ, അതിന് വിശക്കുന്നുണ്ടോ, അതിൻ്റെ ചൂട് താങ്ങാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മൾ വേറെ ഏതോ ഒരു മായാലോകത്ത് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ ആനയുടെ കഥ എടുത്തപ്പോൾ ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു.
അത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞു തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.